അമേരിക്കയിലെ ചിക്കാഗോയിൽ വെച്ച് നടക്കുന്ന അന്താരാഷ്ട്ര സമ്മിറ്റിന് വേണ്ടി പുറപ്പെടുകയാണ് മർക്കസ് നോളജ് സിറ്റി CEO ഡോക്ടർ അബ്ദുസ്സലാം മുഹമ്മദ്. സമ്മിറ്റിൻ്റെ വിശേഷങ്ങളെക്കുറിച്ചും എങ്ങനെയാണ് ഈ അവസരം മർക്കസ് നോളജ് സിറ്റിക്ക് ലഭിച്ചത് എന്നും തുടങ്ങിയ വിശേഷങ്ങളെല്ലാം നമുക്ക് സലാം സാറോട് തന്നെ ചോദിച്ചറിയാം. എന്താണ് ഈ സമ്മിറ്റ്? 4 വിഭവങ്ങളാണ് മനുഷ്യൻ ഒരു പൈസയും കൊടുക്കാതെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. വാട്ടർ, എനർജി, സോയിൽ മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ട് എങ്ങനെ ഇതിനെ തിരിച്ചു പിടിക്കാം, ഉള്ളതിനെ എങ്ങനെ പരിരക്ഷിക്കാം എന്ന തീമുമായിട്ട് അവരോട് സഹകരിക്കുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ഇല്ലിനോയ് ഷിക്കാഗോ, പെർദു യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഫ്ലോറിഡ, പ്ലസ് ലോകത്ത് പല ഭാഗത്തുമുള്ള ധാരാളം ടെക്നോക്രാറ്റ്സുകളും അതുമായി ഗവേഷണം നടത്തുന്നവരും ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നവരും എഡ്യൂക്കേഷൻ്റെ ആളുകളും പങ്കെടുക്കുന്നുണ്ട്. ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്? ഡെഫിനറ്റ്ലി നോർത്ത് അമേരിക്ക, അതുപോലെ തന്നെ ആഫ്രിക്ക, പിന്നെ ഏഷ്യൻ, അതുപോലെ മിഡിൽ ഈസ്റ്റിൽ നിന്ന് ആളുകളുണ്ട്. 7 കോണ്ടിനെൻറ്റ്സിൽ നിന്നും ആളുകളുണ്ടാകും. അതിൽ ഏകദേശം രാജ്യങ്ങൾ എണ്ണിയാൽ 40-ലേറെ രാജ്യങ്ങൾ പങ്കെടുക്കുന്നുണ്ട്, അതിൻ്റെ വിദഗ്ധർ പങ്കെടുക്കുന്നുണ്ട്. ഈ ഒരു അവസരം മർക്കസ് നോളജ് സിറ്റിക്ക് ലഭിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? പ്രാക്ടിക്കലി ടെസ്റ്റഡ് സിറ്റി, ഒരു ഗ്രാമത്തിലേക്ക് വന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ സൂക്ഷിച്ചുകൊണ്ട് സിറ്റി ഉണ്ടാക്കി എന്നത് ഒരു നേട്ടമായിട്ട് ലോകം കാണുന്നുണ്ട്, അല്ലെങ്കിൽ ടെക്നോളജിയുടെ ഒരു അഡ്വാൻസ്മെൻ്റ് ആയിട്ട് തന്നെ കാണുന്നുണ്ട്. അതിനർത്ഥം ഇത്തരം കാര്യങ്ങൾക്ക് ഒരു കോട്ടവുമില്ലാതെ നമ്മുടെ ഭൂമിയിൽ ഡെവലപ്മെൻറ്റ്സ് ആകാം എന്നതിൻ്റെ ഒരു ഡെഫിനറ്റ് പ്രായോഗിക മോഡലാണ് മർക്കസ് നോളജ് സിറ്റി. അവരിങ്ങോട്ട് ക്ഷണം അയച്ചതാണ്. ഇതുകൊണ്ട് മർക്കസ് നോളജ് സിറ്റിക്ക് ലഭിക്കാൻ പോകുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഇത് ഒരു നാഷണൽ ലീഡറോ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ രാജാവോ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ലീഡറോ അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് ലീഡറോ ഉണ്ടാക്കിയ ഒരു സിറ്റിയല്ല. ഒരു സ്കോളർ ബിൽഡ് ചെയ്ത സിറ്റിയിൽ ലോകമെന്ന് ആഗ്രഹിക്കുന്ന പല ചേരുവകളും, എക്സാമ്പിൾ യുണൈറ്റഡ് നേഷൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ഒക്കെ കംപ്ലൈ ചെയ്തുകൊണ്ടൊരു സിറ്റി ഉണ്ടാക്കിയത് തന്നെ ലോകം അത്ഭുതത്തോടെ കാണുന്നുണ്ട്. ആ കേസ് സ്റ്റഡി അവരോട് പ്രസൻറ്റ് ചെയ്യാനാണ് എൻ്റെ പ്രൈമറി റോൾ എന്ന് പറയുന്നത്. രണ്ടാമത്തെ റോള് ഇതുമായി ബന്ധപ്പെട്ട് ഈ മോഡലിനെ ഇങ്ങനെ സ്കെയിലപ്പ് ചെയ്തുകൊണ്ട് മറ്റു രാജ്യങ്ങളിൽ, ആഫ്രിക്ക പോലത്തെ ഡെവലപ്പിംഗ് നാഷനിലൊക്കെ അങ്ങനെ ഇത് ഡെവലപ്പ് ചെയ്യാം എന്നതിൻ്റെ ഒരു പാനലിലും ഞാൻ പങ്കെടുക്കുന്നുണ്ട്. മൂന്നാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതി എന്നുള്ളത്, നമ്മൾ ഉപയോഗിച്ച പല ടെക്നോളജികളും അവിടെ ഷോക്കേസ് ചെയ്യാൻ പറ്റുകയും ആ കോൺഫറൻസിനോടനുബന്ധിച്ച് തന്നെ അവിടെ ആ കോൺഫറൻസ് വരാനുള്ള പ്രധാന കാരണം ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളശുദ്ധീകരണശാല ഉള്ളത്, ഏകദേശം 1.2 ബില്യൺ to 1.4 ബില്യൺ വരെയും മഴക്കാലത്ത് കൂടുമല്ലോ, അത്രയും വെള്ളം ശുദ്ധീകരിച്ച് കൃഷി ആവശ്യങ്ങൾക്ക് വെള്ളത്തെ തിരിച്ചു പിടിച്ച് ഉപയോഗിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പ്ലാന്റ് അവിടെയാണ് ചിക്കാഗോയിൽ സ്ഥിതി ചെയ്യുന്നത്. അതും ഇതിൻ്റെ അവരും കോൺഫറൻസിൻ്റെ ഭാഗമാണ്. അത് നമ്മൾ പഠിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നോളജ് സിറ്റിയുടെ കപ്പാസിറ്റി ഉപയോഗിച്ചുകൊണ്ട് ഒരു വില്ലേജിനെ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് സ്മാർട്ട് വില്ലേജ് എങ്ങനെ ഉണ്ടാക്കാമെന്ന ചർച്ചയും ഒരു ധാരണാപത്രവും ഒപ്പുവെക്കാൻ സാധ്യതയുണ്ട്. അവരുടെ സഹായത്തോടു കൂടി ഒരു നോളജ് സിറ്റിക്ക് അടുത്തുള്ള ഒരു വില്ലേജിനെ സ്മാർട്ട് വില്ലേജാക്കി മാറ്റാനുള്ള ഒരു ധാരണാപത്രവും നമ്മൾ സൈൻ ചെയ്യാൻ സാധ്യതയുമുണ്ട്. അപ്പോൾ നോളജ് സിറ്റിയുടെ പരിസര പ്രദേശങ്ങൾക്ക് കൂടി, വില്ലേജുകൾക്ക് കൂടി, ഗ്രാമീണ തലങ്ങളിൽ കൂടി നമ്മുടെ ശാക്തീകരണ വികസന പദ്ധതികൾ എത്തുന്നു എന്നുള്ളത് വളരെ ഒരു വലിയ ഘടകമാണ്. ഇതിന് സർക്കാരിൻ്റെ തലത്തിൽ നിന്നോ മറ്റു ഔദ്യോഗിക തലത്തിൽ നിന്നോ എന്തെങ്കിലും പിന്തുണകളോ മറ്റോ ലഭിച്ചിട്ടുണ്ടോ? അത് തീർച്ചയായിട്ടും ലഭിക്കുമെന്ന് തന്നെയാണ് എൻ്റെ കണക്കൂട്ടൽ. മർക്കസ് നോളജ് സിറ്റി തലത്തിൽ നമ്മൾ നടത്തിയ സംഭാഷണങ്ങളും മന്ത്രിതല സംഭാഷണങ്ങളും അവരും ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ഇതൊരു കോഴിക്കോടിൻ്റെ ഒരു പ്രത്യേക ഗ്രാമത്തിൽ ഒതുങ്ങി നിൽക്കേണ്ടതല്ല എന്നും കേരളത്തെ ആകമാനം ഇതിൻ്റെ മോഡലിനെ നമുക്ക് എത്തിക്കാൻ കഴിയുമെന്നും നമുക്കറിയാം. കേരളം എന്നുള്ളത് തന്നെ വെള്ളത്തിൻ്റെ നാടാണ്. എനർജി പോലും ഉൽപ്പാദിപ്പിക്കുന്ന ദൈവം വെള്ളത്തിൽ നിന്നാണ്. ആ കേരളത്തിൽ പോലും 250 കോടി രൂപയുടെ വെള്ളം പുറത്ത് നിന്ന് ശുദ്ധീകരിച്ച വെള്ളം വരുന്നുണ്ടോ എന്നുള്ളൊരു വിരോധാഭാസം മുന്നിൽ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഉള്ള വിഭവ സ്രോതസ്സുകളെ, ജലസ്രോതസ്സുകളെ എങ്ങനെ നമുക്കൊരു ഇഫക്റ്റീവായിട്ട് മാറ്റാൻ പറ്റുമെന്നൊക്കെയുള്ള കേരള തലത്തിലുള്ള ചർച്ചയ്ക്കും ഇത് വഴിവെക്കും. തന്നെയുമല്ല, ഓൾ ഇന്ത്യ തലത്തിലും ചർച്ചകൾ ആവിഷ്കരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ കേരളം കൂടാതെ, കേരളത്തിലെ ഒരു വില്ലേജ് കൂടാതെ ആന്ധ്രാപ്രദേശിൽ കൂടി ഒരു വില്ലേജ് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. അതിലും നമുക്ക് പങ്കെടുക്കാനുള്ള സാധ്യതയും, അതോടൊപ്പം തന്നെ ഈ മർക്കസ് നോളജ് സിറ്റി മോഡൽ ഓൾ ഇന്ത്യ തലത്തിലേക്ക് കൂടി വ്യാപിപ്പിക്കും. ഇതിൽ നമ്മൾ ഷോക്കേസ് ചെയ്യുന്ന പ്രധാന വർക്കുകൾ എന്തൊക്കെയാണ്? ഈ കോൺഫറൻസിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത്, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ, നമുക്ക് തിരിച്ചു പിടിക്കേണ്ട വിഭവങ്ങളാണ്. പണ്ട് ഉപയോഗിച്ച വെള്ളം നമ്മൾ ഒഴുക്കി കളയലായിരുന്നു. നമ്മളിവിടെ ചെയ്യുന്ന ടെക്നോളജി ഡിഫൻസ് റിസർച്ച് പ്രപ്പോസ് ചെയ്ത ആർമിയുടെ വില്ലേജിലേക്കുള്ള മൂവ്മെൻറ്റിലും ട്രെയിനിങ്ങിലേക്ക് പോകുമ്പോൾ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ ട്രീറ്റ്മെൻറ്റാണ്. അതായത് എൻസൈം, ബാക്ടീരിയ ബേസ്ഡ്
ട്രീറ്റ്മെൻറ്റ്. അതിൻ്റെ റിസൾട്ട് എന്ന് വെച്ചാൽ നമ്മുടെ കുടിവെള്ളത്തിൻ്റെ അതേ ക്വാളിറ്റിയിലാണ് നമ്മളത് ശുദ്ധീകരിച്ചെടുക്കുന്നത്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ചില ഭാഗത്തൊക്കെ ആ വെള്ളമാണ് കുടിക്കുന്നത്. അപ്പോൾ വെള്ളം ഏറ്റവും കൂടുതൽ പ്രയാസം നേരിടാൻ പോകുന്ന ഈ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എങ്ങനെയാണ് മർക്കസ് നോളജ് സിറ്റി ഇത്രയും വലിയ ഒരു ഏരിയയിൽ വന്നുകൊണ്ട് പരിസര പ്രദേശങ്ങളിലെ വെള്ളത്തിൻ്റെ അളവിനോ അതിൻ്റെ ക്വാളിറ്റിയിലോ ഒരു മാറ്റവും വരാതെ ഇവിടെ ഇത്രയും വെള്ളം നമ്മളുടെ കണക്കനുസരിച്ചിട്ട് 10 കോടി വെള്ളം സംഭരിക്കാനുള്ള കപ്പാസിറ്റിയും ഈ 26 കോടിയോളം വെള്ളം നമുക്കിപ്പോൾ ആവശ്യമായിട്ട് വരുന്നത് സിറ്റിയിലെ എൻ്റെ സിറ്റിക്ക് ഉദ്ദേശിച്ച ആളുകളുടെ പകുതിയായിട്ടുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് ഏകദേശം 53 കോടി ലിറ്റർ വെള്ളം നമുക്കൊരു കൊല്ലത്തിൽ ആവശ്യം വരും. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളിവിടെ ചില സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിച്ചു. അതിൽ ഒരാളാണ് നമ്മളെ തന്നെ എഞ്ചിനീയറായ മർക്കസിൻ്റെ കൂടി പ്രോഡക്റ്റായ ഫൈറൂസ് സഖാഫി എന്ന് പറയുന്ന അദ്ദേഹം ഈ സബ്ജക്റ്റിൽ പിന്നെ PG പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി എടുത്തു. ഇപ്പോൾ ഡോക്ടറേറ്റിന് ചേരാൻ പോകുന്നു. അദ്ദേഹം ഒരു കമ്പനി, ആ സ്റ്റാർട്ടപ്പിൽ കമ്പനി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കമ്പനിയാണ് നമ്മുടെ മർക്കസ് നോളജ് സിറ്റിയിൽ എൻസൈം ബേസ്ഡ് അഥവാ ബാക്ടീരിയ കൊണ്ട് വെള്ളം ശുദ്ധീകരിക്കുന്ന 3 പ്ലാന്റുകളും ഉണ്ടാക്കിയത് അദ്ദേഹമാണ്. അവരുടെ കമ്പനിയാണ് തൻലീഫ് എന്ന കമ്പനി. ഫൈറൂസ് സഖാഫിയാണ് അതിൻ്റെ മാനേജിങ് ഡയറക്ടർ. അദ്ദേഹം എൻ്റെ കൂടെ വരേണ്ടതായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിസ സംബന്ധിച്ച് ചില പ്രശ്നങ്ങളൊന്നും വരാൻ പറ്റിയിട്ടില്ല. അവരുമായിട്ടായിരിക്കും ടെക്നോളജി കമ്പനികൾ ധാരണാപത്രം സൈൻ ചെയ്യാൻ പോകുന്നത്. മർക്കസ് നോളജ് സിറ്റി അന്താരാഷ്ട്ര തലത്തിലേക്ക് വളരുകയാണ്. നോളജ് സിറ്റി ഇവിടെ സാക്ഷാത്കരിച്ച പല സ്വപ്നങ്ങളും ലോകത്തിൻ്റെ മുന്നിൽ മാതൃകയാക്കി കാണിച്ചു കൊടുക്കാനുള്ളൊരു അവസരമാണ് ഇത്തരം സമ്മിറ്റുകൾ.